നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലാൻഡിംഗിന് മുൻപായി ആകാശത്ത് വെച്ച ഡെൽറ്റ എയർലൈൻ ബോയിംഗ് വിമാനത്തിന്റെ ചിറക് ഭാഗികമായി വേർപെട്ടു. ഒഴിവായത് വൻ ദുരന്തമാണ്. 68 യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതർ ആണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓർലാൻഡോ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് 62 യാത്രക്കാരും 6 ക്യാബിൻ ജീവനക്കാരുമായി ഓസ്റ്റിൻ ബെർഗ്സ്ട്രോം വിമാനത്താവളത്തിലേക്ക് ലാൻഡ് ചെയ്യവെയാണ് ബോയിംഗ് 737 വിമാനത്തിന്റെ ഇടതുഭാഗത്തെ ചിറകുകൾ വേർപെട്ടത്. യാത്രക്കാരാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നാണ് വ്യക്തമാകുന്നത്. വിൻഡോ സീറ്റിലിരുന്ന യാത്രക്കാരിയാണ് വിമാനത്തിന്റെ ചിറകുകൾ തകരാറിലായതായി കണ്ടെത്തിയത്. സംശയം തോന്നിയ ഉടൻ തന്നെ വിൻഡോ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അപകടം മനസ്സിലായത്. വിമാനം കുലുങ്ങുന്നതായി അനുഭവപ്പെട്ടപ്പോഴാണ് യാത്രക്കാർ പ്രതികരിച്ചത്. സുരക്ഷിതമായി ലാൻഡ് ചെയ്ത ശേഷം വിമാനം അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയതായി ഡെൽറ്റ അധികൃതർ വ്യക്തമാക്കി. ഇടതു ചിറകിന്റെ ഒരു ഭാഗം വേർപെട്ടതായും അധികൃതർ വിശദമാക്കി. യാത്രക്കാർക്കുണ്ടായ ആശങ്കയിൽ ക്ഷമാപണം നടത്തുകയും ചെയ്തു. ചിറകുകളുടെ അറ്റത്തായുള്ള ഈ ഫ്ലാപ്പുകൾ ടേക്ക് ഓഫ് ലാൻഡിംഗ് സമയങ്ങളിലാണ് വിപുലീകരിക്കപ്പെടുന്നത്. എന്നാൽ ലാൻഡിംഗിന്റെയും ടേക്ക് ഓഫിന്റെയും സമയങ്ങളിൽ വിമാനത്തിൽ കൂടുതൽ നിയന്ത്രണം ഉറപ്പാക്കുകയാണ് ഇവയുടെ ചുമതല. എന്നാൽ ഇവ വളരെ നേരത്തെ തന്നെ വേർപെട്ട് വന്നതാണ് ഇപ്പോൾ പ്രതികരിക്കാനും അതുപോലെ തന്നെ യാത്രക്കാരൊക്കെ തന്നെ ഭയക്കാനും കാരണമെന്ന് പറയുന്നു. എന്തായാലും ഈ 68 യാത്രക്കാരെയും മറ്റ് ക്രൂ അംഗങ്ങളുടെയും ജീവൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. മരണം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. മരണം തലനാരിഴയ്ക്ക് കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമായി പോയതിന്റെ ആശ്വാസത്തിലാണ് സത്യത്തിൽ ഈ യാത്രക്കാരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിന്റെ യാത്ര കൂടുതൽ സുരക്ഷിതമാകാനുള്ള സാധ്യതയും കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വ്യക്തമാകുന്നു. ഒപ്പം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു കേടുപാടുകളൊക്കെ തന്നെ വിമാനത്തിൽ ഉണ്ടാകുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. കാരണം വിമാനം പറപ്പിക്കുക അല്ലെങ്കിൽ വിമാനം സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു ഞാനിന്മേൽ കളി പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും സുരക്ഷിതമായി നമ്മൾ വിശ്വസിച്ച് ഇല്ലാത്ത പണം മുടക്കി യാത്ര ചെയ്യുമ്പോൾ ഈ യാത്ര ചെയ്യുന്ന ജീവനക്കാരുടെ ജീവന് ഒരു വിലയുമില്ലാതെ പോകുന്ന സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന പ്രതിഷേധവും പ്രതികരണവുമാണ് യാത്രക്കാർ നടത്തുന്നത്.